ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളെ യുദ്ധകാന്ഡം 9-ാം സർഗത്തിലെ 52-ാം ശ്ലോകം നമ്മൾ, അതായത് ഇന്ദ്രജിത്തിനെ വധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ. ഇന്ദ്രജിത്തിൻ്റെ തല ഭൂമിയിൽ വീണപ്പോൾ ദേവന്മാർ ലക്ഷ്മണനെ പുകഴ്ത്തി ധാരാളം പ്രകീർത്തിച്ചു. പിന്നെയും പ്രകീർത്തിച്ചു. പുഷ്പവൃഷ്ടി ചെയ്തു. ദേവേന്ദ്രനും ബാക്കി മഹർഷിമാരും ഒക്കെ സന്തോഷിച്ചു. അവർ വാദ്യഘോഷങ്ങൾ മുഴക്കി അല്ലേ. അതായത് ഭൂമിയുടെ ഭാരം കുറഞ്ഞതായിട്ട് ഭൂമിക്ക് അനുഭവമായി. ഇന്ദ്രജിത്തിനെ വധിച്ചത് കണ്ട് ദേവന്മാരൊക്കെ ജയ ജയ ശബ്ദം കൊണ്ട് ലക്ഷ്മണനെ പുകഴ്ത്തി യുദ്ധഭൂമിയിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ സന്തോഷമായിട്ട് ലക്ഷ്മണൻ ശംഖനാദം മുഴക്കി. എന്നിട്ട് സിംഹഗർജനം ചെയ്തുകൊണ്ട് ഞാണൊലി മുഴക്കി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയല്ലേ. 52, 53, 54. തേന നാദേന സംഹൃഷ്ട വാനരാശ്ച ഗതശ്രമാ വാനരേന്ദ്രൈശ്ച സഹിത സ്തുവദ്ഭിർഹൃഷ്ടമാനസൈ ലക്ഷ്മണ പരിതുഷ്ടാത്മാ ദദർശാഭ്യേത്യ രാഘവം ഹനുമദ്രാക്ഷസാഭ്യം ച സഹിതോ വിനയാന്വിത വവന്ദേ ഭ്രാതരം രാമം ജ്യേഷ്ഠം നാരായണം വിഭും ത്വൽപ്രസാദാദ് രഘുശ്രേഷ്ഠ ഹതോ രാവണിരാഹവേ തേന നാദേന സംഹൃഷ്ട വാനരാജ. ആ വലിയ സിംഹനാദം ചെയ്തു പറഞ്ഞല്ലോ. ആ സിംഹനാദം താൽ അതിസന്തുഷ്ടന്മാരായിട്ടുള്ള വാനരന്മാർക്ക് ലക്ഷ്മണൻ്റെ സിംഹനാദം കേട്ടപ്പോൾ സന്തോഷമായി. ഗതശ്രമ അവർക്ക് തൽക്കാലം യുദ്ധം ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ട് ഹൃഷ്ടമാനസൈ നല്ല സന്തോഷത്തോടു കൂടി സ്തുവദ്ഭി വാനരേന്ദ്രേച്ചേ സഹിത ലക്ഷ്മണ സന്തോഷിച്ച് എന്ത് ചെയ്തു, ബാക്കി വാനന്മാരോടും കൂടി ലക്ഷ്മണനെ സ്തുതിച്ചു. ഹനുമത് രാക്ഷസാഭ്യാം സഹിതം ഹനുമാനോടും വിഭീഷണനോടും കൂടിയവനും വിനയാന്വിത വിനീതനുമായിട്ട് അഭ്യേത്യ രാഘവം ദദർശ. ലക്ഷ്മണൻ ഈ വാനന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ഹനുമാനോടും വിഭീഷണനോടും കൂടി ശ്രീരാമൻ്റെ അടുത്ത് വന്ന് നേരിട്ട് രാമനെ ദർശിച്ചു. വിഭും നാരായണം ജ്യേഷ്ഠം ഭ്രാതരം വവന്തേ. എന്നിട്ട് സർവവ്യാപിയും വിഭു അല്ലേ ഭഗവാൻ, സാക്ഷാൽ നാരായണൻ തന്നെയുമായ തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ വന്ദിച്ചു. ലക്ഷ്മണനെ ശ്രീരാമനെ നമസ്കരിച്ചു. രഘുശ്രേഷ്ഠ ത്വത്പ്രസാദാൽ ആഹവേ രാവണിഹി ഹത. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതാ ഇന്ദ്രജിത്ത് നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. അതായത് ലക്ഷ്മണൻ്റെ സിംഹഗർജനവും ഞാണൊലിയും കേട്ടിട്ട് എല്ലാ വാനരന്മാർക്കും സന്തോഷമായി. അവരുടെ ക്ഷീണമൊക്കെ മാറി അവർ സന്തുഷ്ടന്മാരായിട്ടും ലക്ഷ്മണനെ പുകഴ്ത്തുന്നവരായിട്ടും എല്ലാ വാനരവീരന്മാരും ഹനുമാനോടും വിഭീഷണനോടും ചേർന്ന് അവരോടും ചേർന്ന് ലക്ഷ്മണൻ വിനീതനായിട്ട് ശ്രീരാമനെ നേരിട്ട് ചെന്ന് കണ്ടു. എന്നിട്ട് ഭഗവാനോട് വിഭുവും സാക്ഷാൽ നാരായണനും തൻ്റെ മൂത്ത സഹോദരനുമായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചു. രാമചന്ദ്ര ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് ഹേ രഘുശ്രേഷ്ഠ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് രാവണപുത്രം എന്നാൽ നിഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണെന്ന് നല്ല ബോധ്യമുണ്ട്. തേന നാദേന സംഹൃഷ്ട വാനരാശ്ച ഗതശ്രമാ വാനരേന്ദ്രൈശ്ച സഹിത സ്തുവദ്ഭിർഹൃഷ്ടമാനസൈ ലക്ഷ്മണ പരിതുഷ്ടാത്മാ ദദർശാഭ്യേത്യ രാഘവം ഹനുമദ് രാക്ഷസാഭ്യം ച സഹിതോ വിനയാന്വിത വവന്ദേ ഭ്രാതരം രാമം ജ്യേഷ്ഠം നാരായണം വിഭും ത്വൽപ്രസാദാദ് രഘുശ്രേഷ്ഠ ഹതോ രാവണി മാഹവേ. തൻ്റെ കേമത്താന്നില്ല ലക്ഷ്മണനെ. ഹേ രാമചന്ദ്ര ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് പറയുന്നത്. എത്ര വിനയം അല്ലേ. ഇനി ശ്രുത്വാ തല്ലക്ഷ്മണാത് ഭക്തിയ തമാലിംഗ്യ രഘുത്തമാ മൂർധന്യവഘ്രായ മുദിത സസ്നേഹമിതമബ്രവീത്
ഭക്തിയ ലക്ഷ്മണാത് തശ്രുത്വ, ഭക്തിയോടുകൂടി ലക്ഷ്മണൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് രഘുത്തമ, അത്ര ഭക്തിയോട് കൂടിയിട്ടാണ് രഘുത്തമ ത്വം ആലിംഗ്യ, വേഗം ശ്രീരാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് മൂർധിനി അവഘ്രായ, മൂർധാവിൽ ശിരസിൽ ചുംബിച്ചിട്ട് മുദിത, വളരെ സന്തോഷത്തോടു കൂടി സസ്നേഹം ഇതം അബ്രവീത്, സ്നേഹപൂർവം ഇപ്രകാരം പറഞ്ഞു. ലക്ഷ്മണൻ ഭക്തിപൂർവം ഇങ്ങനെ പറഞ്ഞ് തന്നെ നമസ്കരിച്ചപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായി. ശ്രീരാമന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ച് സന്തുഷ്ടനായിട്ട് ഇപ്രകാരം പറഞ്ഞു. ശ്രുത്വാ തല്ലക്ഷ്മണാത് ഭക്ത്യ തമാലിംഗ്യ രഘുത്തമ മൂർധന്യവഘ്രായ മുദിത സസ്നേഹമിതമബ്രവീത്, സ്നേഹപൂർവം പറഞ്ഞു. സാധു ലക്ഷ്മണ തുഷ്ടോസ്മി കർമ്മതേ ദുഷ്കരം കൃതം മേഘനാഥസ്യ നിധനേ ജിതം സർവമരിന്ദമ. എളുപ്പമുള്ള കാര്യമല്ല ചെയ്തതേ. ലക്ഷ്മണ സാധു, നന്നായി തുഷ്ട അസ്മി, ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനായി. തേ, നിന്നാൽ, ദുഷ്കരം കർമ്മ, പ്രയാസമേറിയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കൃതം ചെയ്യപ്പെട്ടത്. മേഘനാഥസ്യ, ഇന്ദ്രജിത്തിൻ്റെ നിധനെ, വധത്തിൽ, അരിന്തമ, ഹേ ശത്രുനാശന, സർവം ജിതം, ഇനി നമുക്ക് എല്ലാം ജയിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന്. എന്താ പറയുക വെച്ചാൽ സന്തോഷമായി. കാരണം ഇന്ദ്രജിത്തിനാണ് ശരിക്കും ഭയങ്കര കഴിവുകളൊക്കെ ഉള്ള ആളാണ്. ഹേ ലക്ഷ്മണ, വളരെ നന്നായി, ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്താ വെച്ചാൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് നീയിപ്പോൾ നടത്തിയിട്ട് എന്നോട് വന്ന് വിവരം പറഞ്ഞത്. ഈ ഇന്ദ്രജിത്തിൻ്റെ വധം സാധിച്ചതുകൊണ്ട് ഇപ്പോൾ ഹേ ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ലക്ഷ്മണ, രാക്ഷസകുലം ഇനി ജയിക്കാം. രാക്ഷസകുലത്തിന് ജയിച്ചു എന്ന് തന്നെ പറയാം. അതായത് ഇന്ദ്രജിത്തിനെ വധിച്ചപ്പോൾ നമ്മൾ ഇനി രാക്ഷസ സൈന്യത്തിനെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജയിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി രാവണനെ കൂടി കൊല്ലണം. പക്ഷേ ഇന്ദ്രജിത്തായിരുന്നു രാവണൻ്റെ ശക്തി. അപ്പോൾ ഇന്ദ്രജിത്തിനെ വധിച്ചപ്പോൾ ഇനി നമ്മൾ രാക്ഷസകുലം ജയിച്ചു എന്ന് നിശ്ചയിക്കാൻ വേണമെങ്കിൽ എന്ന് പറയുകയാണ്. അത്ര നന്നായി. സാധു ലക്ഷ്മണ തുഷ്ടോസ്മി കർമ്മതേ ദുഷ്കരം കൃതം മേഘനാഥസ്യ നിധനേ ജിതം സർവമരിന്ദമ, എല്ലാ ശത്രുക്കളും ജയിച്ച ഫലായി. ഇനി 57, 58, 59. അഹോരാത്രൈ സ്ത്രീഭിർവീര കഥഞ്ചിത് വിനിപാതിത നിസ്സപത്ന കൃതോസ്മ്യദ്യ നിര്യാസ്യതി ഹി രാവണ പുത്രശോകാന്മയാ യോദ്ധും തം ഹനിഷ്യാമി രാവണം മേഘനാദം ഹതം ശ്രുത്വാ ലക്ഷ്മണേന മഹാബലം രാവണപതിതോ ഭൂമൗ. വീണു. രാവണൻ വിവരം കേട്ടപ്പോൾ മൂർച്ഛിച്ചു വീണു. മൂർച്ഛിത പുനരുത്ഥിത വിലലാപാതിദീനാത്മാ പുത്രശോകേന രാവണ. പാവം പുത്രദുഃഖാർക്കായാലും ഉണ്ടാവുമല്ലോ. ത്രിഭി അഹോരാത്രൈഹി, 3 അഹോരാത്രങ്ങൾ കൊണ്ട് കഥഞ്ചിത് വീര നിപാതിത പ്രയാസപ്പെട്ടും ഈ വീരൻ വീണു. അതായത് 3 ദിവസം ലക്ഷ്മണൻ യുദ്ധം ചെയ്തു കേട്ടോ. 3 ദിവസം അഹോരാത്രം, എന്നിട്ടേ വീഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ. അദ്യ അഹം നിസ്സപത്ന കൃത, ഇപ്പോൾ ഞാൻ ശത്രുരഹിതനായിട്ട് ചെയ്യപ്പെട്ടു. പുത്രശോകാത് മയാ യോദ്ധും രാവണ നിര്യാസ്ഥിതി, ഇപ്പം എനിക്കിപ്പോൾ ശത്രുക്കളില്ല. 3 ദിവസം കൊണ്ട് നീ അവനെ കൊന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ശത്രുരഹിതനായി എന്ന് പറയാം. പക്ഷേ പുത്രശോകാത് മയാ യോദ്ധും രാവണ നിര്യാസ്ഥിതി, പുത്രശോകം കൊണ്ട് എന്നോട് ഇപ്പം ഇനി പുത്രൻ കൊന്ന ദുഃഖവും ദേഷ്യവും കൊണ്ട് രാവണൻ ഇപ്പം പുറത്തേക്ക് വരുമെന്ന് പറയാണ് ശ്രീരാമനെ. അതായത് എനിക്കിഞ്ഞിപ്പോൾ ശത്രുക്കളെ ജയിച്ചൊരു ഫലം തന്നെയായി നീ ഇന്ദ്രജിത്തിനെ കൊന്നതുകൊണ്ട്. ഇനിയിപ്പോൾ കണ്ടോളൂ, ഇന്ദ്രജിത്ത് മരിച്ച ദുഃഖം അറിഞ്ഞാൽ ഇപ്പം രാവണൻ പുത്രശോകം കൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ, മയായോദ്ധും എന്നോട് യുദ്ധം ചെയ്യാൻ രാവണ നിര്യാസതി, രാവണൻ ഇപ്പം പുറത്തേക്ക് വരും. നിശ്ചയം തം രാവണം ഹനിഷ്യാമി, ഞാൻ ആ രാവണനെ തീർച്ചയായിട്ടും കൊല്ലും. മഹാബലം മേഘനാഥം ലക്ഷ്മണേന ഹതം ശ്രുത്വ, ഈ മഹാബലശാലിയായിട്ടുള്ള ഇന്ദ്രജിത്തിനെ അല്ലെങ്കിൽ മേഘനാഥനെ ലക്ഷ്മണൻ കൊന്നു എന്നറിഞ്ഞിട്ട് രാവണ മൂർച്ഛിത ഭൂമോ പതിത, രാവണൻ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ പതിച്ചു. പുത്രശോകേന അതിദീനാത്മാ രാവണ വിലലാപ, പുത്രശോകം കൊണ്ട് അതീവ ദുഃഖിതനായിട്ടുള്ള രാവണൻ കരഞ്ഞു. അത്ഭുതമല്ലല്ലോ.
3 അഹോരാത്രം കൊണ്ടാണ്, 3 രാത്രിയും പകലും കൊണ്ട് ഒരു വിധത്തിൽ ലക്ഷ്മണ നീയെ ആ ഇന്ദ്രജിത്തിനെ കൊന്നൂലോ. ഇപ്പം നീയെ സത്യം പറഞ്ഞാൽ എന്നെ ശത്രുരഹിതനാക്കിയിരിക്കണു. രാവണനുണ്ടല്ലോ എന്നൊന്നും എനിക്ക് പേടിയില്ല. ഇനിയിപ്പോൾ മകൻ്റെ മരണം അറിഞ്ഞിട്ട് രാവണൻ എന്നോട് യുദ്ധത്തിന് ഒരുങ്ങി വരും, ഞാനൊക്കെ ആ രാവണനെ കൊന്നോളാം എന്ന് പറഞ്ഞ് മഹാബലവാനായ എന്ന് പറഞ്ഞു ആര്? ശ്രീരാമൻ. അപ്പം അപ്പുറത്ത് എന്താ നടക്കണേ? രാവണൻ്റെ രാജധാനിയിൽ മഹാബലവാനായിട്ടുള്ള മേഘനാഥനെ ലക്ഷ്മണൻ നിഗ്രഹിച്ചു എന്ന് കേട്ടിട്ട് രാവണൻ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. ബോധം വന്നപ്പോൾ നീട്ടിട്ട് പുത്രശോകം കൊണ്ട് അതീവ ദുഃഖിതനായിട്ട് ഒരുപാട് കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അഹോരാത്രൈ സ്ത്രീഭിർവീര കഥഞ്ചിത് വിനിപാതിത നിസ്സപത്ന കുതോസ്മ്യദ്യ നിര്യാസ്യതി രാവണ പുത്രശോകാന്മയാ യോദ്ധും തം ഹനിഷ്യാമി രാവണം. മേഘനാദം ഹതം ശ്രുത്വാ ലക്ഷ്മണേന മഹാബലം രാവണ പതിതോ ഭൂമൗ മൂർച്ഛിത പുനരുത്ഥിത വിലലാപ അതിദീനാത്മാ പുത്രശോകേന രാവണ. അതിദീനനായിട്ട് കരഞ്ഞു അല്ലേ. ഇനി 60ഉം 61. പുത്രസ്യ ഗുണകർമാണി സംസ്മരൻ പര്യദേവയത് അദ്യദേവഗണാഃ സർവേ ലോകപാലാ മഹർഷയാ ഹതമിന്ദ്രജിതം ജ്ഞാത്വാ സുഖം സുപ്സ്യന്തി നിർഭയാ ഇത്യാദി ബഹുശ പുത്രലാലസോ വിലലാപഃ. രാവണൻ്റെ കരച്ചിൽ പറയാണ് പാവം. എത്രയായാലും മകൻ മരിച്ച എല്ലാവർക്കും ദുഷ്ടനാണെങ്കിലും പുത്രദുഃഖം ഉണ്ടല്ലോ. പുത്രസ്യ ഗുണകർമാണി, പുത്രൻ്റെ ഗുണകർമ്മങ്ങളെയൊക്കെ പറയുക. സംസ്മരൻ, അതൊക്കെ ആലോചിച്ചു. എത്ര മിടുക്കനായിരുന്നു, എന്തെല്ലാം വളരെ ബലശാലിയാണ്, വീരനാണ്, ശൂരനാണ്, എന്തെല്ലാം അസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാം. അതായത് അച്ഛനെ വളരെ സ്നേഹമുണ്ട്. അപ്പോൾ പുത്രൻ്റെ ഗുണകർമ്മങ്ങളൊക്കെ സംസ്മരൻ, സ്മരിച്ചിട്ട് പര്യദേവയത്, സ്മരിക്കുന്നവനായിട്ട് പരിദേവനം ചെയ്തു. അദ്യ സർവേ ദേവഗണാഹ ലോകപാലാഹ മഹർഷയ. ഇപ്പോൾ സർവദേവന്മാരും ലോകപാലന്മാരും മഹർഷികളും ഇന്ദ്രജിതം ഹതം ജ്ഞാത്വ, ഇന്ദ്രജിത്ത് നിഗ്രഹിക്കപ്പെട്ടതായി അറിഞ്ഞിട്ട് നിർഭയാഹ സുഖം സുപ്സ്യന്തി, ഒരു ഭയമില്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങും ഇന്ന് രാത്രി. ഇത്യാദി, അതൊക്കെ ആലോചിക്കുകയാണ് രാവണൻ. ഇത്യാദി ബഹുശഃ പുത്രലാലസഹ വിലലാപാഹ എന്നിങ്ങനെ വളരെ തരത്തിൽ പല അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് പുത്രശോകം കൊണ്ട് വിലപിച്ചു രാത്രി. ഈ പുത്രൻ്റെ ഗുണകർമ്മങ്ങളെ എങ്ങനെ ഓർത്തും കൊണ്ട് രാവണൻ കരഞ്ഞു എന്നർത്ഥം. അതായത് പുത്രൻ്റെ നല്ല കാര്യങ്ങളെയും അങ്ങനെയല്ല, നല്ല സ്നേഹമുണ്ട് അച്ഛനെ. ഇപ്പോൾ ഇത് ആലോചിക്കുകയാണ് രാവണനെ. അതങ്ങനെ ഓർത്തോർത്തിരുന്നിട്ട് പറയുകയാണ്, ഇപ്പം സർവ്വദേവന്മാരും ലോകപാലന്മാരും മഹർഷികളും ഒക്കെ ഇന്ദ്രജിത്തിൻ്റെ മരണവൃത്താന്തം അറിഞ്ഞിട്ട് ഭയമില്ലാതെ സുഖമായി ഉറങ്ങണുണ്ടാവും എന്ന് രാവണൻ വിചാരിക്കുക. എന്നിങ്ങനെ ബഹുവിധത്തിൽ പറഞ്ഞുകൊണ്ട് പുത്രസ്നേഹം കൊണ്ട് കരഞ്ഞു. അപ്പോൾ പുത്രസ്യ ഗുണകർമാണി സംസ്മരൻ പര്യദേവയത് അദ്യദേവഗണാഃ സർവേ ലോകപാലാ മഹർഷയാ ഹതമിന്ദ്രജിതം ജ്ഞാത്വാ സുഖം സുപ്സ്യന്തി നിർഭയാ ഇത്യാദി ബഹുച പുത്രലാലസോ വിലലാപഃ. 62-63. തതഃ പരമസംക്രുദ്ധോ രാവണോ രാക്ഷസാധിപ ഉവാച രാക്ഷസാൻ സർവാൻ നിനാശയിഷുരാഹവേ സ പുത്രവധ സന്തപ്തഃ ശൂരക്രോധവശം ഗതഃ സംവീക്ഷ്യ രാവണോ ബുദ്ധ്യാ ഹന്തും സീതാം പ്രതുദ്രുവേ. തതഃ പരമസംക്രുദ്ധ രാക്ഷസാധിപ രാവണ, അതിനുശേഷം അത്യന്തം കോപിഷ്ഠനായ രാക്ഷസാധിപതിയായ രാവണൻ ആഹവേ സർവാൻ രാക്ഷസാൻ നിനാശയിഷു, സർവരാക്ഷസന്മാരെയും നശിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ട് ഉവാച പറഞ്ഞു. പുത്രവധ സന്തപ്തഃ ശൂരഃ സ രാവണ, പുത്രവധം കൊണ്ട് അങ്ങേയറ്റം ദുഃഖിക്കുന്ന ശൂരനായ ആ രാവണൻ ക്രോധവശങ്കത, ക്രോധത്തിന് അധീനനായിട്ട് കോപിഷ്ഠനായിട്ട് ബുദ്ധ്യ സംവീക്ഷ്യ, ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് സീതാം ഹന്തും പ്രതദ്രുവേ, സീതയെ കൊല്ലാനായി കൊണ്ടുപോയി. എന്താ നോക്കൂ, അത്ര ദേഷ്യം വന്നു. അത്യന്തം കോപിച്ചിട്ട് ഈ രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ യുദ്ധത്തിലെ എല്ലാ രാക്ഷസന്മാരെയും നശിപ്പിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട് എന്താ ചെയ്ത് അവരോട് യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പോയി ചത്തുവരൂ എന്ന് പറഞ്ഞു.
അത്ര ദേഷ്യം വന്നു. എന്നിട്ട് ബാക്കിയുള്ള രാക്ഷസന്മാരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പൊക്കോളൂ, നിങ്ങളെയും കൂടി കൊല്ലട്ടെ. അപ്പം ഇന്ദ്രജിത്തിനെ കൊന്നാൽ പിന്നെ ഈ സാധാരണ രാക്ഷസന്മാരെയൊക്കെ അവർ കൊല്ലാൻ എത്ര എളുപ്പമാണ്. എന്തായാലും നിങ്ങളൊക്കെ യുദ്ധത്തിന് പോകും, നിങ്ങൾ മുഴുവൻ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുത്രവധത്താൽ അത് അങ്ങേയറ്റം ദുഃഖിക്കുന്ന ആ രാവണൻ സീതാവധം, സീതയെ വധിച്ചാൽ രാമനെ വധിക്കുന്നതിന് തുല്യമാണ് എന്ന് വിചാരിച്ചിട്ട് സീതാവധം രാമനെ വധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ആലോചനയോട് കൂടിയിട്ട് സീതയെ വധിക്കാനായിക്കൊണ്ട് ബന്ധപ്പെട്ട് പോയി എന്നാണ് പറഞ്ഞത്. സീതയെ വധിച്ചാൽ രാമനെ വധിക്കുന്നതിന് തുല്യം, അത്ര ദുഃഖമാവുമല്ലോ, എന്നാൽ ഞാൻ സീതയെ പോയി വധിച്ചളയാന്ന് വിചാരിച്ചു സീതയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. തഥ പരമസംക്രുദ്ധോ രാവണോ രാക്ഷസാധിപ ഉവാച രാക്ഷസാൻ സർവാൻ വിനാശ ഈശുരാഘവേ സ പുത്രവധ സന്തപ്ത ശൂരക്രോധവശങ്കത സംവീക്ഷ്യ രാവണോ ബുദ്ധ്യാ ഹന്തും സീതാം പ്രതുദ്രുവേ. അതായത് സീതയെ കൊല്ലാനാണ് വേഗം പോയത്. ഇനി 64. ഖൽഗപാണി മഥായാന്തം ക്രുദ്ധം ദൃഷ്ട്വാ ദശാനനം രാക്ഷസീ മധ്യഗാ സീതാ ഭയശോകാകുലാഭവത്. അത ക്രുദ്ധം ദശാനനം ഖൽഗപാണി മായാന്തം. അതിനുശേഷം വളരെ കോപിഷ്ഠനായിട്ടുള്ള ഈ രാവണൻ വാളും കൈ പിടിച്ച് വരുന്നത് കണ്ടിട്ട് രാക്ഷസീ മധ്യക സീത ദൃഷ്ടുവ, രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീത രാവണൻ വാളും പിടിച്ച് തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ഭയശോകാകുല അഭവത്, ഭയത്താലും ശോകത്താലും ആകുലയായി. അതായത് കോപിഷ്ഠനായിട്ടുള്ള രാവണൻ കയ്യിൽ വാളും ധരിച്ച് തൻ്റെ നേരെ വരുന്നത് രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീത കണ്ടപ്പോൾ പേടി കൊണ്ടും ദുഃഖം കൊണ്ടും ആകുലയായിത്തീർന്നു. ഖൽഗപാണി മഥായാന്തം ക്രുദ്ധം ദൃഷ്ട്വാ ദശാനനം രാക്ഷസീ മധ്യഗാ സീതാ ഭയശോകാകുലാഭവത്. ഏതസ്മിന്നന്തരേ തസ്യ സജീവോ ബുദ്ധിമാൻ ശുചി സുപാർശ്വോ നാമ മേധാവി രാവണം വാക്യമബ്രവീത്. ഏതസ്മിൻ അന്തരേച്ചാൽ ഈ സന്ദർഭത്തിൽ ബുദ്ധിമാൻ ശുചി സുപാർശഃ നാമ തസ്യ സജീവ, ബുദ്ധിമാനും നല്ല സ്വഭാവശുദ്ധനും സുപാർശ്വൻ എന്നു പേരുള്ളവനുമായ അവൻ്റെ ഒരു മന്ത്രി രാവണം വാക്യം അബ്രവീത്, രാവണനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ അറിയോ, ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ കൊല്ലാനായിട്ട് ഇങ്ങനെ പോവുകയാണ് സീത. ഈ സന്ദർഭത്തിൽ നല്ല ആലോചന ഉള്ള ഒരാളും ആലോചന സമർത്ഥനും ആലോചനാ നിപുണനും ഒരു കാപട്യമില്ലാത്തവനും സുപാർശ്വൻ എന്ന് സുപ്രസിദ്ധനുമായിട്ടുള്ള ഒരു രാവണൻ്റെ മന്ത്രി രാവണനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? 66, 67. നനുനാമ ദശഗ്രീവ സാക്ഷാൽ വൈശ്രവണാനുജ വേദവിദ്യാവ്രതസ്നാത സ്വകർമ്മപരിനിഷ്ഠിത അനേകഗുണസമ്പന്ന കഥം സ്ത്രീവധമിച്ഛസി അസ്മാഭിः സഹിതോ യുദ്ധേ ഹത്വാ രാമം ച ലക്ഷ്മണം പ്രാപ്യസേ ജാനകിം ശീഘ്രമിത്യുക്തഃ സ നിവർത്തത. ഇയാൾക്ക് കുറച്ചൊരു വിവേകമൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ആര് മന്ത്രിയായിട്ടുള്ള സുപാർശ്വൻ, രാവണൻ്റെ മന്ത്രി തന്നെയാണ് സുപാർശ്വൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വിവേകമുള്ള ആളാണ്. അയാൾ പറഞ്ഞു, സാക്ഷാൽ വൈശ്രവണാനുജ, സാക്ഷാൽ വൈശ്രവണൻ്റെ കുബേരൻ്റെ അല്ലെ വിശ്രവസിൻ്റെ പുത്രന്മാരാണ് വൈശ്രവണനും രാവണനും. വിശ്രവസ് മഹർഷിയുടെ പുത്രന്മാരല്ലേ, അമ്മ രണ്ടാന്നേ ഉള്ളൂ. അപ്പോൾ വൈശ്രവണൻ്റെ അനിയനാണല്ലോ, അതായത് കുബേരൻ്റെ. അപ്പോൾ വൈശ്രവണൻ്റെ അനുജനും വേദവിദ്യാവ്രതസ്നാത, വേദത്തിലും വിദ്യയിലും ഒക്കെ നല്ലോണം അറിവുണ്ട്, വേദമൊക്കെ പഠിച്ചിട്ടുണ്ട്, പല വ്രതങ്ങളും വിദ്യകളും ഒക്കെ അറിയാം. അങ്ങനെ അതിലൊക്കെ സ്നാനം ചെയ്തവനും വെച്ചാൽ നല്ല അറിവുള്ള ആളും സ്വകർമ്മ പരിനിഷ്ഠിത, സ്വകർമ്മത്തിൽ നല്ല സ്ഥിരതയുള്ളവനും അനേക ഗുണസമ്പന്ന, അനേകം ഗുണങ്ങൾ തികഞ്ഞവനുമായ ത്വം, അങ്ങ്. രാവണന് അത്ര ശരിക്കും നല്ല അറിവുണ്ട്, നല്ല തപശക്തി ഉണ്ട്, നല്ല ഗുണങ്ങളൊക്കെ ഉള്ളൊരു രാക്ഷസനാണ്. അങ്ങനെയുള്ള അങ്ങ് സ്ത്രീവധം കഥം ഇച്ഛസി, എങ്ങനെയാണ് നിസ്സഹായ ഒരു സ്ത്രീ വധിക്കാൻ അങ്ങക്ക് തോന്നണത്? അതെന്തുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നു? നിസ്സഹായമായിട്ടൊരു സ്ത്രീയെ വധിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, ഇത്ര അറിവുള്ള ഒരാൾ. അസ്മാഭി സഹിത, ഞങ്ങളോട് കൂടിയിട്ട് യുദ്ധേ രാമം ലക്ഷ്മണൻ ച ഹത്വ, യുദ്ധത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊന്നതിന് ശേഷം ശീഘ്രം സീതാം പ്രാപ്സ്യസേ, എന്നിട്ട് സീതയെ പ്രാപിച്ചാൽ പോരെ. ഇതി ഉക്താസ, ഇപ്രകാരം പറയപ്പെട്ട അവൻ നിവർത്തത, നിവർത്തിച്ചു. അപ്പോൾ നല്ല മന്ത്രിമാരൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്തെച്ചാൽ
ഹേ എന്താണ് രാക്ഷസ രാജാവേ, സാക്ഷാൽ കുബേരൻ്റെ അനുജനാണ് അങ്ങ്. വേദവിദ്യയിലും തപസ്സിലും വളരെ സമർത്ഥനാണ്. സ്വകർമ്മത്തിൽ സ്ഥിരത ഉള്ള ആളാണ്. നല്ല അറിവുള്ള ആളാണ്. അനേകം ഗുണങ്ങളെ തികഞ്ഞ ഒരു രാക്ഷസനാണ് അങ്ങ്. ഇങ്ങനെ സ്ത്രീവധത്തെ ആഗ്രഹിക്കുന്നത് ഉചിതമല്ല. അങ്ങയുടെ ഈ സ്ത്രീവധം ചെയ്യാനുള്ള ഉദ്യമം ഉചിതമല്ല. ഞങ്ങളോട് ഒരുമിച്ച് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് രാമനെയും ലക്ഷ്മണനെയും വധിച്ചിട്ട് യുദ്ധത്തിൽ വധിച്ചതിന് ശേഷം സീതയെ അങ്ങക്ക് സ്വീകരിക്കാലോ എന്നിങ്ങനെ സുഭാഷൻ പറഞ്ഞത് കേട്ടപ്പോൾ രാവണൻ മടങ്ങി. അപ്പോൾ പിന്നെ അവിടുന്ന് പോന്നു. ശരിയേ തോന്നി. ഈ ഒരു ശ്ലോകം കൂടിയും ചൊല്ലിയാൽ നമുക്കിന്ന് നിർത്താം. മുമ്പത്തെ ശ്ലോകം ചെല്ലാട്ടോ 2 നനുനാമ ദശഗ്രീവ സാക്ഷാൽ വൈശ്രവണാനുജ വേദവിദ്യാവ്രതസ്നാത സ്വകർമ്മ പരിനിഷ്ഠിത അനേക ഗുണസമ്പന്ന കഥം സ്ത്രീവധമിച്ഛസി. ഇത്ര ഗുണം തികഞ്ഞ ആളെ സ്ത്രീകളെ വധിക്കുമോ? അതിനുള്ള ഉദ്യമം ഉചിതാണോ? അസ്മാഭിസഹിതോ യുദ്ധേ ഹത്വാ രാമം ച ലക്ഷ്മണം. നമുക്കെല്ലാവരും കൂടി രാമൻ ലക്ഷ്മണനെ കൊല്ലാം. പ്രാപ്യസേ ജാനകിം ശീഘ്രം. അത് കഴിഞ്ഞിട്ട് ജാനകിയെ സ്വീകരിച്ചോളൂ. ഇത്യുക്ത സന്യവർത്തത. അത് പറഞ്ഞപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ നിന്നും വിരമിച്ചു. എന്നിട്ട് അവസാനത്തെ ശ്ലോകമാണ് ഈ 9ാം സർഗത്തിലത്തെ. തതോ ദുരാത്മാ സുഹൃദ നിവേദിതം വചസ്വധർമ്മ്യം പ്രതിഗൃഹ്യ രാവണ ഗൃഹം ജഗാമാശുച വിമൂഢധീ പുനഃസഭാം ച പ്രയൗ സുഹൃദ്വൃതഃ. തതഃ ദുരാത്മാ രാവണ. അനന്തരം ദുർബുദ്ധിയായിട്ടുള്ള ആ രാവണൻ സുഹൃദ നിവേദിതം സുധർമ്മ്യം വചഃ പതിഗൃഹ്യ. സുഹൃത്തിനാൽ നിവേദിതം ച അറിയിക്കപ്പെട്ട ധർമ്മം യുക്തമായ വചഃ പ്രതിഗൃഹ്യ. വചസ്സിനെ സ്വീകരിച്ചിട്ട്, അതായത് ഈ സുഹൃത്ത് അല്ലെങ്കിൽ മന്ത്രി സജീവൻ പറഞ്ഞ ഈ നല്ല വാക്കിനെ സ്വീകരിച്ചിട്ട് ശുച വിമൂഢതീഹി ദുഃഖത്താൽ അങ്ങേയറ്റം മൂഢമായ ബുദ്ധിയോടുകൂടിയവനായിട്ട് ആശു ഗൃഹം ജഗാമ. വേഗം ഗൃഹത്തിലേക്ക് പോയി. പുനഃ സുഹൃദ്വൃത സഭാം ച പ്രയോ. പിന്നെ സുഹൃത് സമേതനായിട്ട് സഭയിലേക്കും പോയി. അതായത് ദുർബുദ്ധിയാണെങ്കിലും രാവണൻ, ദുഷ്ടനാണെങ്കിലും ദുർബുദ്ധിയാണെങ്കിലും രാവണൻ ഈ സുഹൃത്തായിട്ടുള്ള സുപാർശ്വൻ അല്ലെങ്കിൽ സജീവൻ മന്ത്രിയായിട്ടുള്ള സുപാർശ്വൻ പറഞ്ഞ ധർമ്മയുക്തമായിട്ടുള്ള വാക്കിനെ സ്വീകരിച്ചു രാവണൻ. അത്ഭുതമാണത്. എന്നാലും ദുഃഖത്താൽ വളരെയധികം വിവശനായിട്ട് വേഗത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് സുഹൃജനങ്ങളോടുകൂടി സഭയിലേക്കും വന്നു. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിക്കാനേ. അതായത് ഗൃഹത്തിലേക്ക് പോയി എന്താ കാര്യം ഒന്നുമില്ല, അവിടെ ദുഃഖിച്ചിരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ സഭയിലേക്ക് വന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇനി എന്താ വേണ്ടത്, അതിന് സഭയിലേക്ക് വന്നു. തതോ ദുരാത്മാ സുഹൃദ നിവേദിതം വച സുധർമ്മ്യം പ്രതിഗൃഹ്യ രാവണ ഗൃഹം ജഗാമാശു ശുച വിമൂഢധീ പുനഃ. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം വീട്ടിലിരുന്നിട്ട് പാലസ് അവനവൻ്റെ രാജധാനിയിൽ ഇരുന്നതിന് ശേഷം പുനഃ സഭാം ച പ്രയൗ സുഹൃദ്വൃത. സുഹൃത്തുക്കളോടുകൂടി സഭയിലേക്ക് എഴുന്നള്ളി. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 9ാം സർഗ. 9ാം സർഗം കഴിഞ്ഞു. അപ്പം നാളെ നമുക്ക് 10ാമത്തെ സർഗം ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.